ഇനി ചില ആൾക്കാര് പറയണ കേൾക്കാറുണ്ട് പല മൃഗങ്ങളെ, അതായത് പാമ്പ്. സ്ഥിരമായി പാമ്പിനെ കാണുന്നവര്. അല്ലെങ്കിൽ ഒരു മൃഗാണ്, പുലിയാണ്, പക്ഷെ അതിന് തുമ്പിക്കൈയാണ്. അങ്ങനെ മിസ്മാച്ചിങ് ആയിട്ട് നമ്മൾ പറയണത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നതാണ്, പക്ഷെ തിരിഞ്ഞു നിന്നപ്പോൾ അത് വേറെ ജീവിയെ പോലെ ഉണ്ടായി. ഉം, ഉം. അല്ലെങ്കിൽ ഒരു പൂച്ചയാണ്, പക്ഷെ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അത് ഒട്ടകം പോലെ. അങ്ങനെ ഈ മൃഗങ്ങൾ റിലേറ്റഡ് ആയിട്ട് സ്വപ്നം അതും ഈ ഫിയർ ഓഫ് ഡെത്തിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് അത്. ഓ. അതായത് നമുക്ക് ഫിസിക്കലി അസോൾട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ നമ്മളെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ട് ഇപ്പോൾ ചില ആൾക്കാർ ഈ ഭയങ്കരമായിട്ട് കടത്തിലൊക്കെ പെട്ടിട്ടേ അത് ചിലപ്പോൾ അവരുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നാലും ഇവരിൽ ചിലപ്പോൾ ട്രിഗറായിട്ട് കാണാറുണ്ട്. അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഈ സ്വപ്നം കാണുന്ന പാറ്റേണിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അധികം ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. ഓ. അപ്പോൾ ഇതും സ്വപ്നവും ഇതും മൂന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ. അപ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഉണ്ടായോ? ഏയ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ഭയങ്കര സമൃദ്ധിയിലൊക്കെ ജീവിച്ച ആൾക്കാരാണ്, ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ അവരെ ആൻസിസ്റ്ററലായിട്ട് ഇതേപോലെ ഭയങ്കര കടം വന്നിട്ട് ആത്മഹത്യയുടെ വക്കിൽ പോയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഉം. അത് ഒരു ഫിയർ ഓഫ് ഡെത്താണ് ഉം. അല്ലേ? മരിക്കുകയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു തോട്ടിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചില ട്രോമയൊക്കെ എന്താ പറയുക, ട്രാൻസ്ഫോം ആയി വന്നിട്ടുണ്ടെങ്കിൽ ഉം. ഇത്തരത്തിൽ കാണാറുണ്ട്. പിന്നെ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ്, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എവല്യൂഷണറിയുടെ പാർട്ടായിട്ട് ഭയങ്കരമായിട്ട് മനുഷ്യൻ മരണഭയം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഉം. പാമ്പായാലും ശരി, പുലിയായാലും ശരി, ആനയായാലും ശരി, ഇപ്പം ഇതിനെയൊക്കെ നമ്മൾ നേരിടാറുണ്ട് ഉം. അല്ലേ? വടി വെച്ച് അടിച്ചു കൊല്ലുക, അതെ. കുന്തം കൊണ്ട് എറിയുക, അതൊക്കെ ഉം. പണ്ട് നമ്മൾ കണ്ടു. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫിയർ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരുന്ന് ജീവിച്ചത്. ഉം. അപ്പോൾ ഗുഹയ്ക്കകത്തും ഇഴഞ്ഞു കയറി വന്ന് കൊത്തുന്നൊരു സാധനമാണ് ആര്? പാമ്പ്. പാമ്പ്. അപ്പം അത്രയും ഫിയർഫുള്ളായിരുന്നു പാമ്പിനെ. അപ്പം അത് ഡെത്തുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ ഉം. ജെനറ്റിക്കലി, നമ്മുടെ മെമ്മറി ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അതിനെ പാമ്പായിട്ട് കാണാം. പാമ്പെന്നെ ഓടിച്ചിട്ട് കൊത്താൻ കൊണ്ടുവരുന്നു, കൊത്താൻ പോകുമ്പോഴേക്കും ഞാൻ എണീറ്റു. ഇല്ലെങ്കിൽ കൊത്തിയിട്ട് മറ്റേ നമ്മുടെ മൂമെൻറ്റ്സ് ഒക്കെ സ്റ്റക്കായി പോവുകയാണെങ്കിൽ കൊത്ത് കിട്ടി നമ്മളിങ്ങനെ കിടക്കും, കിടക്കുന്ന പോലെ, ശ്വാസം കിട്ടില്ല, ഉം. ഉം. എന്നിട്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഉം. വരുന്നു അല്ലേ? ഉം. അപ്പോൾ ഇത് ഒരു ദിവസമൊക്കെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പം പാമ്പിനെ കണ്ട ഉടനെ പക്ഷെ പ്രശ്നമാണ് ഇതാണ് ഹിന്ദി ചെയ്യുന്നത്. ഹിൻഡ് ചെയ്യുന്നത്.